ബഹ്റൈനിൽ കായിക രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ജനറൽ സ്പോർട്സ് അതോറിറ്റി സഹകരണ കരാറിൽ ഒപ്പുവെച്ചു. രാജ്യത്തെ സ്റ്റേഡിയങ്ങളും മൈതാനങ്ങളും വികസിപ്പിക്കുവാനും സ്പോർട്സ് രംഗത്ത് കൂടുതൽ പ്രതിഭകളെ വളർത്തിയെടുക്കുവാനും ലക്ഷ്യമിട്ടാണ് കരാർ. രാജ്യത്ത് സ്പോർട്സ് രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ജനറൽ സ്പോർട്സ് അതോറിറ്റി നഗരാസൂത്രണ കൃഷി മന്ത്രാലയവുമായാണ് കരാറിൽ ഒപ്പുവെച്ചത്. ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റും GSA പ്രസിഡന്റുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫയും മുനിസിപ്പാലിറ്റീസ് ആൻഡ് അഗ്രികൾച്ചറൽ മന്ത്രി വഈൽ ബിൻ നാസർ അൽ മുബാറക്കുമായാണ് കരാറിൽ ഒപ്പുവെച്ചത്. ജനറൽ സ്പോർട്സ് അതോറിറ്റി വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് സൽമാൻ ബിൻ മുഹമ്മദ് അൽ ഖലീഫ, അതോറിറ്റി CEO ഡോക്ടർ അബ്ദുറഹ്മാൻ അസ്കർ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കരാർ പ്രകാരം ഡൂബ്ലിയിലെ കോംപ്രിഹെൻസീവ് മുനിസിപ്പൽ സെന്ററിലെ ഫുട്ബോൾ മൈതാനം വികസിപ്പിക്കും. മുനിസിപ്പൽ ഹാൾ ജനറൽ സ്പോർട്സ് അതോറിറ്റിയുടെ കായിക സൗകര്യങ്ങളുടെ ശൃംഖലയിൽ ഉൾപ്പെടുത്തും. കായിക താരങ്ങൾക്കും പൊതുസമൂഹത്തിനും സ്പോർട്സ് അനുകൂല അന്തരീക്ഷമൊരുക്കൽ, സൗകര്യങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് കരാർ. രാജ്യത്തെ അടിസ്ഥാന കായിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ പ്രതിഭകളെ വളർത്തുന്നതിനും കരാർ സഹായിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ.